ഹായ് സ്റ്റുഡൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓൾ ദ ബെസ്റ്റ്. സി എ ഫൗണ്ടേഷൻ ജനുവരി 2025 അപ്പിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ അവരുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ റിസൾട്ടിൽ വെയിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്റ്റുഡൻസ് നമ്മൾ കാണാറുള്ളത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവർക്കൊരു 90-80% ഷുവറാണ് അവർ എക്സാം പാസ്സാവും എന്നുള്ളത്. ഓക്കെ, അവർ മിക്കവാറും എന്തായാലും പാസ്സാവട്ടെ, തീർച്ചയായിട്ടും പാസ്സാവാനുള്ള ചാൻസസും ഉണ്ട്. രണ്ടാമതെന്ന് പറയുന്ന ഒരു 50-50% ആയിരിക്കും. അവർക്ക് മേ ബി ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരും പാസ്സാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ചില ആളുകൾ അവർക്ക് തന്നെ അറിയാം എന്ത് ഉണ്ടാവില്ല, അവരെന്നെ നേരെ ഇങ്ങനെ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അവർ മിക്കവാറും ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടാവുക. ഓക്കെ, എനിവേ ലക്കിലെങ്കിലും നിങ്ങൾ പാസ്സായി പോട്ടെ. എനിവേ ഓൾ ദ ബെസ്റ്റ്. സോ നമ്മൾ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് റിസൾട്ട് എന്നാണ് വരിക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അറിയിപ്പായിട്ട്. അതുപോലെ തന്നെ നോക്കണം, നെക്സ്റ്റ് അറ്റംപ്റ്റിലോട്ട് മെയ് അറ്റംപ്റ്റിലോട്ടുള്ള രജിസ്ട്രേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് മെയ് എക്സാമിലോട്ടുള്ള അതിന്റെ ടൈം ടേബിൾ ഓൾറെഡി വന്നു. സോ അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മാർച്ച് 2025 ഓക്കെ, അന്ന് മുതൽ നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്ത് തുടങ്ങാം. സോ അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14 മാർച്ച് 2025 ഓക്കെ, വിത്തൗട്ട് ലേറ്റ് ഫീ. വിത്ത് ലേറ്റ് ഫീയോടുകൂടെ 17 മാർച്ച് 2025 ഓക്കെ അപ്ലൈ ചെയ്യാനുള്ളത്. സോ എനിവേ ഇതിൽ നിന്ന് നമുക്കൊരു അണ്ടർസ്റ്റുഡ് ആണ് എന്താന്നുള്ളത് അറിയോ, നമ്മുടെ റിസൾട്ടിനെ പറ്റിയിട്ടുള്ളത്. അതായത് ഇനി എന്തായാലും ഈ ഒരു വരുന്ന 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് അറിയും. സോ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങൾക്കൊരു ഫെബ്രുവരി 23, 24, 25 ആ ഡേറ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. സോ അത് കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മുടെ എന്താ പറയാ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 3-4 ദിവസം മുമ്പ് അവര് എന്താ പറയാ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാറുണ്ട്. സോ സ്വാഭാവികമായിട്ടും ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഇപ്രാവശ്യവും എന്ത് ചെയ്യുക അവര് സ്വീകരിക്കാനുള്ള ചാൻസ് ഉണ്ടാവുക. സോ എനിവേ അത് റിസൾട്ട് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുണ്ട്, ഓക്കെ, ബിലോ 50 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് ഫെയിൽ തന്നെ ആയിരിക്കും. റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ മെയിലായിട്ടുണ്ട്, ആകെ 2 മന്ത്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഉള്ളൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോലും മെയിലോട്ട്. സോ നിങ്ങൾ ഒരിക്കലും ഡിലേ ആക്കരുത്. മെയിലോട്ടുള്ള എന്താ പറയാ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നോക്കടാ, നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ലോ മാത്രമായിരിക്കും വീക്ക്, ചിലർക്ക് അക്കൗണ്ട്സ് മാത്രമായിരിക്കും വീക്ക്, ചില ആളുകൾക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കും വീക്ക്, അങ്ങനെ പല ആളുകൾക്കും പല പേപ്പർ ആയിരിക്കും. സോ എനിവേ നിങ്ങൾക്ക് ഏതാണോ വീക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിലോ എനി വിധത്തിലുള്ള സപ്പോർട്ട് നമ്മൾ ആൾറെഡി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഹെൽപ്പും ആൾറെഡി കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്തു, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. സോ എനിവേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിലും അടുത്തിൽ പാസ്സാവണം. സോ നമുക്ക് നമ്മുടെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഫെബ്രുവരി 25 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾ എല്ലാവരും പാസ്സായിട്ട് വരട്ടെ എന്ന് തന്നെ എന്റെയും പ്രാർത്ഥന. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, യെസ്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എനി ഡൗട്ട്സ് നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് പേടിയുന്നുണ്ടോ, എന്ത് സബ്ജക്റ്റ് ആണ്, എന്തുകൊണ്ടാണ് ഫെയിൽ ചെയ്ത്, നമുക്ക് ഒരു അനാലിസിസ് നടത്താം. ഏത് സ്റ്റുഡൻസിന് വേണ്ടി എന്നോട് കോൺടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, എനിവേ എല്ലാവർക്കും റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് അറിയിക്കാം. ഓക്കെ, യെസ്, താങ്ക് യു.